കാഴ്ചകളും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര നല്ല രീതിയിൽ ആക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓർമ്മകളാകുന്ന ആൽബത്തിൽ നല്ല ഒരു സംഭവമായി ഇത് മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് എന്ന് പറയാം, ഉദ്ഘാടനം പറയാം, അത് നിർവഹിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതപ്രകാരം ഈ ചടങ്ങ് ഞാൻ നിർവഹിക്കാൻ പോവുകയാണ്. ഇവിടെ എൻ്റെ ടീച്ചറാണ്, ഇവിടെ പറശ്ശിനി സ്കൂളിലെ ടീച്ചർ. എല്ലാവർക്കും പരിചയമാണ്, എന്നാലും ഒരു സംഭാവന നല്ലതാണെന്നുള്ളത്. 2 കുട്ടികളാണ്. ഈ തെയ്യം രംഗത്ത് വളരെ സജീവമായിട്ട് ഞാനത് കാണുവാനും മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ BA വരെ പഠിച്ച്, പക്ഷേ വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. നമ്മുടെ പാരമ്പര്യത്തിലൂടെ പറശ്ശിനി മടപ്പുരയിൽ മുത്തപ്പൻ കിട്ടുന്ന ജോലിയിലാണ് ഇപ്പോൾ തുടർന്നു വരുന്നത്. ഇപ്പോൾ നേരത്തെ ലക്ഷ്മേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ വയസ്സന്മാർ പ്രായത്തിൽ നമ്പർ കൊണ്ട് മാത്രമാണ് വയസ്സന്മാർ, പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ ആ രൂപത്തിലേ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ആക്റ്റീവാണ്. ഇന്നലെ രാത്രി മുത്തപ്പൻ കിട്ടുന്നത് ഞാനാണ്. ചെറുപ്പക്കാരെ ഇടയിൽ അവരോടൊപ്പം ഇങ്ങനെ കർമ്മം ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ ആത്മവിശ്വാസമാണ്. എനിക്കത് ചെയ്യാൻ പറ്റും, നമ്മൾ വയസ്സിനല്ല എന്നൊരു ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാനും ചെയ്തെടുക്കുവാനും വേണ്ടി നമുക്ക് സാധിക്കും. പിന്നെ ലക്ഷ്മണൻ നേരത്തെ പറഞ്ഞ പോലെ ടൂർ, ഇതുപോലത്തെ എത്രയോ ടൂറുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് കോളേജിൽ പഠിക്കുമ്പോൾ ചില ബാങ്ക് ടെസ്റ്റിനും അതുകൊണ്ട് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള പേരിൽ പല കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ മംഗലാപുരത്തിലെ പല സ്ഥലങ്ങളും പോകാറുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഈ മുത്തപ്പൻ്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയിലെ നമ്മുടെ എല്ലാ ജില്ലകളിലും ഉൾനാടുകളിലും ഒരുപാട് സ്ഥലത്ത് എണ്ണിയാൽ തീരാത്ത സ്ഥലത്തൊക്കെ ഞാൻ ഈ മുത്തപ്പൻ്റെ പരിപാടി വെള്ളാട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകാറുണ്ട്. അതോടൊപ്പം തന്നെ ടൂറിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിദേശത്തും എത്രയോ രാഷ്ട്രങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ടൂറിൻ്റെ ഭാഗമായിട്ട്. പിന്നെ മുത്തപ്പൻ്റെ പരിപാടിയായിട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ കർണാടകം, തമിഴ്നാട് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ ടൂർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് മാർഗമുണ്ട്, ജലമാർഗമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രകൃതി, ഇപ്പോൾ വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ പ്രകൃതിയായിട്ടുള്ള ആ ബന്ധം, ആ പ്രകൃതിയായിട്ട് ഓരോ ചലനങ്ങളും കാടും നാടും അവരെ ആ സ്ഥലത്തിൻ്റെ ഭക്ഷണങ്ങൾ, ആ സ്ഥലത്തിൻ്റെ ജനങ്ങളുടെ സാമൂഹിക സാംസ്കാരിക രീതികൾ, ഇതൊക്കെ നമ്മളെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണ് ഈ ടൂർ. അവിടെ നിങ്ങളും പ്രായത്തെ ഒന്ന് ചിന്തിക്കാതെ കണ്ട് കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കണം, ടൂർ പോകണം. അത് ഫാമിലി ആയിട്ട് പോവാം, ബാച്ചലറായിട്ടും പോവാം, എങ്ങനെയും നമുക്ക് ഇനിയുള്ള കാലം ഇപ്പം ബാലം, യവനും, കൗമാരവും, വാർദ്ധക്യം ഈ കാലഘട്ടങ്ങളിലൂടെ എല്ലാവരും കടന്നു പോകണം. അത് പ്രകൃതി നിയമമാണ്. ആർക്കും നമ്മൾ ഓരോരുത്തരും ഈ അവസാനത്തെ ഘട്ടത്തിലേക്ക് നീക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ ഇനിയുള്ള കാലഘട്ടം എൻ്റെ അഭിപ്രായത്തിൽ ഈ റിട്ടയർമെന്റ് കാലഘട്ടം, റിട്ടയർമെന്റ് എന്ന് പറയാൻ പാടില്ല, ഭാവി, വർത്തമാനം, യൗവനം, ബാല്യം, കൗമാരം, ഈ കാലഘട്ടം ഏറ്റവും ഒരു എൻജോയബിൾ ആയിട്ടുള്ള കാലഘട്ടം ഈ വാർദ്ധക്യ കാലഘട്ടം എന്നാണ് എനിക്ക് പറയുന്നത്. നമ്മുടെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും എല്ലാ ടെൻഷനിൽ നിന്നും റിലാക്സ് ആയിട്ട് ഇരിക്കേണ്ട ഈ സമയമാണ്. നമ്മുടെ യൗവനവും ബാല്യവും ഒക്കെ നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും എല്ലാം നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞു. ഇനി അവർ അവരുടേതായിട്ട് വഴി ചിന്തിച്ചോളൂ. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ വേവരാജപ്പെടാൻ പാടില്ല. നമ്മളില്ലെങ്കിലും അവർ ജീവിക്കും. അപ്പൊ നമ്മുടെ സമ്പാദ്യം നമുക്ക് ഉപകരിക്കണം. ചില ആളുകളുണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദ്യം ഉണ്ടാവും, ലാസ്റ്റ് ഇവൻ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോവുകയും ചെയ്യും. ഇവനായി പൈസ കൊണ്ട് ഉപകരിക്കുകയോ അതും ചെയ്യില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥിതി വരാൻ പാടില്ല. നിരാശയോട് കൂടിയിട്ട് മരിക്കാൻ പാടില്ല. നമ്മുടെ ഇനിയുള്ള കാലഘട്ടം നമ്മൾ എൻജോയ് ഇതുപോലെ യാത്രകളും സൗഹൃദങ്ങളും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ പരിചയപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് പറയേണ്ടത്. സമയം അത്രയും ഓരോരുത്തരും അവരുടേതായിട്ട് അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഈ യാത്ര മംഗളകരമായി തീർക്കട്ടെ. ഒരു കാര്യം കൂടി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടില്ല, അവാർഡ് കിട്ടിയത് എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൂടിയും പറയാം. എനിക്ക് 2017 കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിന് പുറമെ 2021 ഫോക്ലോർ ഫെലോഷിപ്പ് തന്ന് കേരള ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പ് എന്നെ ആദരിച്ചിട്ടുണ്ട്.
കൂടാതെ കണ്ട് ഞാൻ മറ്റു പല സംഘടനകളായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇപ്പൊ സീനിയർ സിറ്റിസന്റെ നമ്മുടെ 13ാം വാർഡിന്റെ പ്രസിഡന്റാണ്. കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയന്റെ നമ്മുടെ യൂണിറ്റിന്റെ പ്രസിഡന്റാണ്. മലബാർ ദിവസം ബോർഡ് എംപ്ലോയീസ് യൂണിയന്റെ വൈസ് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ അതിന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ലയൺസ് ക്ലബിന്റെ വൈസ് പ്രസിഡന്റായ ഞാൻ. അങ്ങനെ നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ചെറിയൊരു അടയാളപ്പെടുത്തലുള്ള ഒരു വ്യക്തിയാണ്. താങ്ക് യു. ഭാര്യയും 2 കുട്ടികളായി മക്കൾ പണിയുന്നതിന് ഞാൻ കോർമത്താണ് താമസം. പറയാൻ്റെ വടി കൊണ്ടാണ്. കോടല്ലൂരാണ് താമസം. ഞാനൊരു സാധാരണ ജീവനക്കാരായിട്ട് പിരിഞ്ഞ ആളാണ്. 2014 പിരിഞ്ഞാണ്. കണ്ടാൽ തോന്നൂല്ലേ, 60 വയസ്സൊന്നായി തോന്നൂല്ല. ഞാൻ കോടല്ലൂരാണ്. ചെത്തുകാരനായിരുന്നു. ചെത്തുന്ന പിരിഞ്ഞിട്ട് 3-5 വർഷം. പ്രിയമുള്ളവരെ, കോടല്ലൂർ വില്ലേജ് സീറോ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷന്റെ ഈ ബോട്ട് യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഓർത്തെടുക്കാവുന്നതാണ്. അപ്പൊ നല്ല കാര്യമാണ്. അപ്പൊ കൂടുതൽ കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നില്ല, പിന്നീട് പറയാം. കുറെ കാര്യങ്ങൾ പറയാം. അപ്പൊ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയായിരിക്കും. ഞാൻ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ചെറുപ്പത്തില് നമ്മുടെ സമുദായത്തിന്റെ ആചാരം അനുഷ്ഠാനം അവളുടെ ഭർത്താവ് ആർട്ടിസ്റ്റാണ്. മോൻ ഗൾഫിലാണ്. മോന്റെ ഭാര്യ പിന്നെ പൂൽത്തുരുത്തിയിലാണ് മുന്നേ താമസം. ഇപ്പോ കണ്ണപ്പിലാണ് വീട് താമസം. അതൊക്കെ 2 മക്കളുണ്ട്. ഭാര്യ സുജാത ഇവിടെ വന്നിട്ടുണ്ട്. 2 മക്കളെ കല്യാണം കഴിഞ്ഞു. മൂത്ത മകൻ സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നു. മകള് എന്റെ പേര് സുധീർ. അറിയാതെ ആളുകളുണ്ടാവും. ഭാര്യ 2 മക്കളാണ്. മൂത്ത ഗൾഫിലാണ്. ഇളയാൾ ഇലക്ട്രിക് മെക്കാനിക്കാണ്, സ്കൂട്ടിന്റെ. ജനിച്ചതും ജീവിച്ചാലെന്താ ഈ നമ്മൾ ബോട്ട് പുറപ്പെട്ട ആ സ്ഥലത്തൊക്കെ തായപ്പര വടക്കേ തായപ്പര കളക്ടർ പഠിച്ചത് പർസി സ്കൂളാണ്. അതിനുശേഷം ആ രൂപത്തിൽ നമ്മുടെ ശരീരവും എല്ലാം തന്നെ ഒരു ദിവസം ആണെങ്കിൽ ഒരു ദിവസം എല്ലാം മറന്നുകൊണ്ട് ഉള്ളൊരു ആഹ്ലാദം, അതുപോലെ തന്നെ ഒരു സന്തോഷം, ഒന്ന് തുറന്ന് അപ്പുറം സംസാരിച്ച് അതുപോലെ പരസ്പരം ബന്ധപ്പെട്ട് അല്പം തമാശയൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ അതിനനുസരിച്ച് ആയുസ് കൂടും. ആ രൂപത്തിലുള്ള ഒരു സംഗമം ആയി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവസാനിക്കുന്നു. പ്രിയമുള്ള വയോജന സുഹൃത്തുക്കളെ, നമ്മളെ വളപട്ടണം പുഴയുടെ ഗിരിമാറിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പത്മനാഭൻ. സ്നേഹപൂർവ്വം എല്ലാവരും പപ്പൻ എന്ന് വിളിക്കും. ഭാര്യ രാജിനി പിന്നിലിരിക്കുന്നുണ്ട്. ഒന്ന് കൈവന്നിച്ചാൽ രണ്ട് മക്കളാണ്. 2 ആൺകുട്ടികളാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. മൂത്താള് വിസ്മയ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. മറ്റേയാള് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാംഗ്ലൂർ വർക്ക് ചെയ്യും. 2 ഓരോ പെൺകുട്ടിയാണ്. പറഞ്ഞത് ഇതിനും നിങ്ങൾ വിടൂലെന്നില്ല. അപ്പോ റിപ്പറിന്റെ ഇനിയിപ്പോ നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് പറയാം. 1986 ഫെബ്രുവരി 9 ഈ അപകടം നടക്കുന്നത്, റിപ്പർ ആക്സിഡന്റ് നടക്കുന്നത്. അപ്പൊ അതിന്
10 ദിവസം മുമ്പാണ് എൻ്റെ കല്യാണം കഴിഞ്ഞു. 86 ജനുവരി 30 കല്യാണം കഴിഞ്ഞു. ഫെബ്രുവരി 9 പേപ്പർ അടിച്ചു. അപ്പോ പിന്നെ കല്യാണത്തിന്റെ കാര്യത്തിൽ തന്നെ നമ്മളൊരു പിന്നെ അഡ്ജസ്റ്റ്മെന്റ് കല്യാണമാണ്. അതുകൊണ്ട് തന്നെ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറയുന്നവർക്കാണെങ്കിൽ മറ്റു പലതും പറയാം. കാരണം അത് പിന്നെ മറ്റേ ഇത് നോക്കാണ്ട് കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ നമ്മളത് നമ്മളെ കുടുംബക്കാരും നമ്മളും ഞാനും പ്രത്യേകിച്ച് ഭാര്യയും വളരെ ഇതായിട്ട് അതിനെ കൈകാര്യം ചെയ്തു എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. റിപ്പർ അടിച്ചതിനെ പറ്റി പറയാൻ കഴിയുന്നത് ശരിക്ക് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മാത്രമേ അടി കിട്ടാണ്ടുള്ളൂ. ബാക്കി മുഴുവൻ ആളെ അടിച്ചു. അടിച്ചപ്പോൾ ഏകദേശം 2 മണിയായിരുന്നു. അപ്പോൾ ഒരു പിന്നെ ഇളയ പെങ്ങള്, അതായത് ശാന്തകുമാരി, ഇപ്പം വനിതാ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന അവള് ഒരു കരയെന്ന് വെച്ചാണ് ഞാൻ കേൾക്കുന്നത്. അതായത് ഏട്ടാ എന്റെ തലക്ക് വാതിലിന്റെ ഇത് തലക്ക് മുട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ കരയുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നെറ്റിക്ക് വലിയൊരു മുറിവാണ്. അപ്പൊ മുറിവ് നോക്കി ഇത് വാതിലിന് മുട്ടിയതല്ലോ പറഞ്ഞ് ഞാൻ നോക്കി ബാക്കിയുള്ള മുറിയിലൊക്കെ പോയി നോക്കുമ്പോൾ എല്ലാവരും അബോധാവസ്ഥയിൽ കിടക്കും അടിപൊളി. അപ്പോ അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഇത് റിപ്പർ അതിന് മുമ്പ് ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, പിന്നെ നമ്മളിങ്ങനെ സ്ക്വാഡ് വർക്കൊക്കെ നടന്നു. അപ്പോൾ ആ കാര്യം മനസ്സിലായി. അപ്പോൾ ഉടനെ തന്നെ വേറെ വഴിയൊന്നുമില്ല. ഞാൻ ഉടനെ തന്നെ വാതിൽ മുഴുവൻ കൂട്ടി. പിന്നെ വേറെ ഒരു രക്ഷയില്ല. ഞാനും എൻ്റെ പിന്നെ ഇളയച്ചൻ്റെ മകൻ പ്രകാശം, ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ ഓടി വർഷനിക്കട ബസ് സ്റ്റാൻഡിൽ പോയി. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ ബാലിന്റെ പീടിയിൽ ഒരുപാട് ആള് കിടന്നുറങ്ങുന്നത്. ഞാൻ അവരോട് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ വീട്ടിലൊരു അപകടം നടന്നിട്ടുണ്ട്, നിങ്ങൾ ഉടനെ വരണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ വണ്ടിയെടുത്ത് എൻ്റെ വർഷന് മോട്ടോഴ്സ് വണ്ടിയെടുത്ത് റോഡ് സൈഡ് തുടർന്ന്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തത്, പോകുന്ന പോക്കിൽ തന്നെ നമ്മളെ PM കരുണാട്ടിന്റെ വീട്ടിൽ മാത്രമേ ഫോണുള്ളൂ. അപ്പോൾ കരുണാട്ടിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ കരുണാട്ടൻ DSPയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് റോഡ് മുഴുവൻ ബ്ലോക്കാക്കി. അരമണിക്കൂർ കൊണ്ട് റോഡ് ബ്ലോക്കാക്കി. അപ്പൊ നമ്മള് ഈ പിന്നെ ഇവരെ എടുത്തിട്ട് ധർമ്മശാല വരെ ഞാൻ തന്നെയാണ് വണ്ടി ഓട്ടിട്ട് പോയത്. അതിനുശേഷമാണ് രമേശൻ വന്നിട്ട് വണ്ടി പിന്നെ വാങ്ങിയത്. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട് പോലീസ്. ഇത്രയും ഇതായിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാല് പിന്നെ അകത്തേക്ക് ഒരാളെ കൂട്ടി അതിന് മുഴുവൻ കൂട്ടി. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് നമ്മുടെ വീട്ടിൽ പോയി വെളിച്ചെണ്ണ കുട്ടി ആ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടാണ് ആൾ ഇന്ന ആളാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതാണ് അതിനെപ്പറ്റിയുള്ള ശരിക്കും ആ ഒരു അരമണിക്കൂർ കൊണ്ട് ട്രീറ്റ്മെന്റ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇവര് രക്ഷപ്പെട്ടത്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. കൂടുതൽ ഒന്നും പറയാനുള്ളത് വന്നിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠനും ഏട്ടനും വന്നിട്ടുണ്ട്. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സ്റ്റെനോഗ്രാഫി പഠിച്ച് കൽക്കത്തയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു. 75-ലാണ് കൽക്കത്തയിൽ പോയത്. ഇപ്പോഴേ 3 വർഷമായിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. 2 ആൺകുട്ടികൾ, ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുന്നു, രണ്ടാമത്തെ ഞാൻ ജനാർദ്ദനൻ, കോടന്നൂരാണ് താമസിക്കുന്നത്. ഭാര്യ ഇപ്പോൾ കൂടെ വന്നിട്ടുണ്ട്, സുധ. പിന്നെ എനിക്ക് 2 മക്കളാണ്, ഒരു മോളും ഒരു മോനും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പുരുഷോത്തമൻ. ഞാനിപ്പോൾ താമസിക്കുന്നത് മമ്പാലയിലാണ്. എനിക്ക് എൻ്റെ വീട് ചെറുകുന്ന് കോവിട്ട്. എനിക്കൊരു മോള്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാമദാസൻ. ഞാൻ താമസിക്കുന്നത് കണ്ണപ്പിലാവിലാണ്. പിന്നെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്, ഉഷ. എനിക്ക് 2 മക്കളാണ്. മകള് ഭർത്താവിൻ്റെ കൂടെ ദുബായിൽ, മകൻ ഇപ്പോൾ നാട്ടിൽ ഉണ്ട്. ഭാര്യ കുറിച്ച് വിദേശത്ത്. സ്വന്തം ചിത്രയുടെ വീട് പാപിൻ ചെയ്യുന്നത് പുരോഗതിക്കിപ്പോൾ 35 കൊല്ലം. ഭാര്യ ഉത്തരവില്ല. 2 മക്കളാണ്. ഒരാൾ കക്ഷിയുമാണ് അങ്ങനെ കഴിക്കില്ല. ഒരാൾ കഴിച്ചില്ല, ഒരാൾ കക്ഷി.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനീത് കണ്ണൻ. എൻ്റെ തറവാട് ഓഴത്തുരുത്തിയിലായിരുന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന കണ്ണപ്പുറം. എൻ്റെ ഭാര്യയുടെ പേര് യശോദ. ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ 1900 യാത്ര ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര പോയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയുന്നത് നമ്മുടെ കുടുംബകാര്യങ്ങളിൽ ഇവർ പറഞ്ഞു. വേറെ കാര്യത്തിൽ വിശേഷമായിട്ടൊന്നും പറയുന്നത് ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഇവരൊക്കെ കൂടിയിട്ടാകുമ്പോൾ എല്ലാ പരിപാടിക്കാന്ന് വരിക. ഇവര് പോകുന്ന എല്ലാ പരിപാടിക്കും നമ്മളുണ്ടാവും. പക്ഷെ പല സ്ഥലങ്ങളിൽ ഇപ്പം കൃഷ്ണനോടും പറഞ്ഞ പോലെ പിന്നെ ആശ്രമമായിട്ടും പാർട്ടിന്റെ പരിപാടിയായിട്ടും മഹിളാന്റെ പരിപാടിയായിട്ടും എല്ലാം പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പിന്നെ ചെയ്യുന്നത് 10ാം മണിക്ക് CDS മെമ്പറായിട്ടാണ്. പിന്നെ എൻ്റെ പേര് രാധ, കുഞ്ഞാണ്ടി രാധ എന്ന് പറഞ്ഞു. ഇപ്പോൾ കോടതിയിലാണ് നിർത്തുന്നത്. പിന്നെ വന്ന സ്ഥലം പിന്നെ ഏറ്റവും മുണ്ടേരി എന്ന് പറയും. അതാണ് എൻ്റെ സ്ഥലം, സ്വന്തം സ്ഥലം. പിന്നെ കുറേ സ്ഥലത്ത് നിന്നിട്ടുണ്ട്. അതിനിപ്പോൾ പറയാന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഇന്ന് മാത്രം യാത്ര ചെയ്താൽ മതിയാവില്ല. ഇപ്പോൾ എന്താ പറയാ, കുട്ടി പട്ടാനൂര് വയനാട്ടുപാറ കുളപ്പായ അങ്ങനെ പറഞ്ഞ. എൻ്റെ പേര് കോമള. ഞാൻ കോടതിയിൽ വരുന്നു. 3 കുട്ടികളുണ്ട്, 2 ആണും 1 പെണ്ണും. ടൂറ് പോകുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടെ പോയി ഡൽഹിയിലും ആഗ്രയിലെല്ലാം കുറേ പ്രാവശ്യമായി പോകുന്നു. 6 കൊല്ലമായി പോകുന്നു. പിന്നെ വേറെ വിശേഷമില്ല. അതാണ് പോസിറ്റീവ് മൈൻഡാണ്. അതാണ് എൻ്റെ ഞാൻ കണ്ടെത്തം. ഞാൻ ആദ്യമായിട്ട് ഞാൻ കൃഷി ഓഫീസറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡായിട്ടുള്ള ആളെ കാണാനില്ല. അതേപോലെ 5 പേരെയും കൂട്ടിയിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഒന്ന് പറയുമ്പോൾ കേട്ടാൽ നമ്മൾ മെമ്പർമാർ പോലും എനിക്കതിന് എന്നോട് കമന്റ് ഇട്ടോ അതിന് എന്റെ പേര് ചന്ദ്രി. ഞാൻ കോടമ്പേരാണ്. എന്റെ ഭർത്താവ് നാരായണൻ കോടമ്പേര് വില്ലേജ് ഓഫീസിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, ആൺകുട്ടികളാണ്. ഒരു മോൻ ഗൾഫിലായിരുന്നു, ഇപ്പം നാട്ടിൽ വന്ന് ഇലക്ട്രിക്കൽ പണി ചെയ്യുന്നത്. 2ാമത്തെ മോൻ KSRTC മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്നത്. ഞാൻ കുറെ പിന്നെ വിനോദയാത്രക്ക് പോയിട്ടുണ്ട്. ഞാൻ 5-8 പ്രാവശ്യം വടകരക്കാവ്, പിന്നെ കന്യാകുമാരി, വിവേകാനന്ദപാറ, പത്മനാഭ സ്വാമി ക്ഷേത്രം, അങ്ങനെ കുറെ പരിപാടിക്ക് പോയിട്ടുണ്ട്. എല്ലാ ഇതിനും പോയിട്ടുണ്ട്. ഇതും ഇവര് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് പിന്നെ ഇതിന് മെമ്പർഷിപ്പ് ചേർത്തതും പരിപാടിക്ക് പിന്നെ ആയാലും കൂടണം. പൈസ എല്ലാവരപ്പുറം കൂടി ഉല്ലാസയാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് കൂടുന്നത്. എല്ലാവരും കൂടിയാലും ആക്കാനും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് 2 കുട്ടികളുണ്ട്. കൊടന്നൂര് നിർമ്മലയാണ് ഞാൻ. എനിക്ക് 2 കുട്ടികളുണ്ട്. എന്റെ ഭർത്താവ് പാലക്കാടാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ എന്റെ കുട്ടികളെല്ലാം പോയതുകൊണ്ട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നു. ഞാൻ കോടന്നൂരാണ്. പിന്നെ സമീപമാണ് വീട്. 2 ആൺമക്കളുണ്ട്. മൂത്തവൻ കല്യാണം കഴിച്ചു, 2 കുട്ടികളായി. ഞാൻ ഒരു കൃഷിക്കാരിക്കാണ്. പഴയ വീടാണ്, പുതിയ വീടാക്കി. പക്ഷേ ഒരു വേദനയും കൂടിയുണ്ട്. എൻ്റെ മോൻ കല്യാണം കഴിച്ചു, എത്രയോ പണം ചെലവാക്കി. എന്നിട്ട് തീരാതൊരു വേദന. അത് ആരെങ്കിലും ഇങ്ങനെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. പേര് പറഞ്ഞു. അതിനാട്ടുമാരുടെ ഭാര്യയാണ്. അങ്ങനെ പറഞ്ഞാലേ അറിയാം. അത് 6 കുട്ടികളുണ്ട്. എല്ലാവരും ഇപ്പം സുഖമായിട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ സൂട്ട് കടി വെച്ചിട്ട് ഞാൻ
അടുത്തത് മൂന്നാട്ടന്റെ ഭാര്യയാണ്, ടീച്ചറാണ്. നമ്മുടെ നാട്ടിലല്ല, അഴീക്കോട് വർക്ക് ചെയ്യുന്നു. ഞാൻ പുഷ്പജ ടീച്ചറെ പറശ്ശിനിക്കടവ് യു.പി. സ്കൂളിൽ ഹെഡായതാണ്. 2014 പറശ്ശിനിക്കടവ് യു.പി. സ്കൂളിൽ റിട്ടയർഡായതാണ്. പിന്നെ മൂന്നാട്ടന്റെ നേരത്തെ പറഞ്ഞ മൂന്നാട്ടന്റെ ഭാര്യയാണ്. മൂന്നാട്ടൻ PWD എഞ്ചിനീയറായിട്ട് റിട്ടയർഡ് ആയതാണ്. പിന്നെ 2 മക്കള്. മൂത്ത മോൻ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. അവന്റെ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടി, 2 കുട്ടികളുണ്ട്. രണ്ടാമത്തെ മോൻ സിവിൽ എഞ്ചിനീയറായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നു. അവനും ഒരു കുട്ടിയുണ്ട്. അവരുടെ ഫാമിലി ദുബായിൽ തന്നെയാണ്. പിന്നെ എനിക്കും ഇങ്ങനെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മൂന്നാട്ടന്റെ അസുഖം കാരണം എനിക്ക് എവിടെ പോകാൻ കഴിയുന്നില്ല. ആ ഒരു വിഷമേ ഉള്ളൂ. അപ്പൊ KGOന്റെ ടൂറ് ലക്ഷ്മേട്ടൻ പറഞ്ഞ പ്രകാരം എന്റെ ഏച്ചിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കുടുംബം, ഞാൻ കുടുംബകാരിയാണ്. ഞാൻ കോഴിക്കോടുകാരെ ജോലി ചെയ്യുന്നത്. 30 വർഷം അവിടെ ജോലി ചെയ്തു. അങ്ങനെ കഴിയുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അതില് രണ്ടാളി കല്യാണം കഴിഞ്ഞു. മൂത്ത മോള് ജോലിയൊന്നുമില്ല. മോളെ ഭർത്താവ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു മംഗളവരാണ്. രണ്ടാമത്തെ മോള് കല്യാശ്ശേരി ഹയർ സെക്കൻഡറിയിൽ ലേബർ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നു. മോളെ ഭർത്താവ് ഇൻകം ടാക്സ് ഓഫീസറാണ്. അവർക്ക് 2 കുട്ടികൾ. എല്ലാവരും സുഖമായിട്ട് ഇങ്ങനെ കഴിയുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എൻ്റെ പേര് രാജനി എന്നാണ്. ഞാൻ മമ്പാലയാണ് താമസിക്കുന്നത്. ലോകത്താവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾക്ക് വിശദീകരിച്ചൊന്നും പറയാനില്ല. പേര് പറഞ്ഞോളെ. രാജാട്ടിന്റെ ഭാര്യയാണ് ഗിരിജ. ഞാൻ ഗിരിജ, കോയമ്പത്തൂരിൽ താമസിക്കുന്നു. ഭർത്താവ് വില്ലേജ് ഓഫീസർ, റിട്ടയർഡ് വില്ലേജ് ഓഫീസറാണ്. 3 കുട്ടികൾ, 2 പെണ്ണും 1 ആണും. മോ പോലീസിൽ വർക്ക് ചെയ്ത്, ചെറിയ മോള് ടീച്ചറാണ്. മൂത്ത മോള് വീട്ടിൽ. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കണ്ണപ്പിലാവിലാണ്. എന്റെ സ്വന്തം വീട് എനിക്ക് 2 കുട്ടികളാണ്. എന്റെ ഭർത്താവ് നമ്മൾ ഇവിടെ 2 പേരും പുറത്താണ്. ചെറിയ കസ്റ്റമർ അവരുടെ കൂടെ നമ്മുടെ കുട്ടികളുടെ താമസിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെറിയ മോൻ്റെ 6 മാസം താമസിച്ചിട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശൈലജ ബാലകൃഷ്ണൻ. കോൽത്തുരുത്തിയിലാണ് താമസം. കൽക്കത്തയിലായിരുന്നു 45 വർഷമായി. ഇപ്പോഴ് കോൽത്തുരുത്തിയിൽ താമസം 2 വർഷമായി സ്ഥിര താമസം. 2 കുട്ടികളാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഒരാൾ അബുദാബിയിലും ഒരാൾ കൽക്കത്തയിലുമാണ്. ഞാൻ പുരുഷോത്തമൻ, കോടല്ലൂർ. പിന്നെ ഭാര്യ എല്ലാ ആമക്കളെ IT ജോലി പറയാനല്ലോ.
3 ആൺമക്കളാണ്. ഭർത്താവുണ്ട്. അവര് 3 മക്കളെയും കല്യാണം കഴിഞ്ഞു. അവർക്ക് ഓരോ കുട്ടികളുമായി, അവർക്ക് ചെറിയ ഓരോ വീടുമായി. വളരെ സന്തോഷത്തിൽ നിൽക്കുന്നു. ഒരു കണ്ടത്തിലാണ് താമസം. എൻ്റെ ഭർത്താവിൻ്റെ ഒരു പുല്ലക്കൊടിയാണ്. കണ്ടത്തിലാണ് ഇപ്പം 3 കുട്ടികളുണ്ട്. 2 ആളുകളുണ്ട്. എല്ലാവരും കല്യാണം കഴിഞ്ഞു. 2 ആൺമക്കളും പുറത്താണ്. ഞാൻ ചിത്രലേഖ, പക്ഷെ എന്നെ മുക്കാൽഭാഗത്ത് പറയാം. പഠിപ്പിച്ച മാഷുണ്ട്, കുഞ്ഞു മാഷുണ്ട്. പിന്നെ രമേശ മാഷാണ് പഠിപ്പിച്ചത്. ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുഷ്പജ ടീച്ചർ എൻ്റെ ഒപ്പം ജോലി ചെയ്തു. എൻ്റെ എച്ചമ്മ 19 റിട്ടയർഡ് ചെയ്തു. എന്നാ പറയണ്ടത്, 4ാമത്തെ ബോട്ട് യാത്രയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ബോട്ട് യാത്ര. എന്നാന്ന് പറഞ്ഞാൽ ഒരുപാട് നടന്നറിയൊന്നും വേണ്ടല്ല, പക്ഷെ ഒരുപാട് യാത്ര ചെയ്തിനെ. ദുബായ്, കാശ്മീർ, ഹൈദരാബാദ്, ബോംബെ, അങ്ങനെ പിന്നെ കുറെ സ്ഥലമുണ്ടല്ലോ, എല്ലാം നോക്കില്ല. യാത്രകള് ഒരുപാട് ഇഷ്ടം രക്ഷാട്ടനാണ്. പിന്നെ ഒരുമിച്ചങ്ങ് പോകും, അങ്ങനെ ശീലമായതാണ്. ഒരുപാട് ഇഷ്ടം അങ്ങനെ ഉണ്ടായിട്ടില്ല യാത്ര. പക്ഷെ ഇപ്പം തോന്നുന്നില്ല, കുറെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഇഷ്ടമുണ്ട്. പിന്നെ ജലയാത്ര, ഇത് ഒരുപാട് എല്ലാവരും കലാപരിപാടി, പാട്ട് പാടുന്നതും വേറെ കഴിവെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു വേദി എന്ന് പറയാം. അങ്ങനെ നമ്മൾ മാത്രം ഒരു കുടുംബം പോലെ ഇങ്ങനെ ഒതുങ്ങിയിട്ട് ഉള്ളിൽ തന്നെ. പിന്നെ ഒന്നാമതെന്നാന്ന് പറഞ്ഞാല് ചില പ്രോഗ്രാമിലെല്ലാം എല്ലാവരും പിന്നെ ഉച്ചക്ക് ചോറുന്ന പാട് പോകുന്നു, ഇരുന്ന് തേടി പോവാൻ. അതൊരു നല്ല, അതുകൊണ്ട് നല്ല അച്ചടക്കം നല്ല, ഞാനടക്കം ഇടങ്ങിയടി ഇരുന്നോളുന്നാലും പോവാൻ. അതുകൊണ്ട് പിന്നെന്താ പറയാൻ, ബാക്കി കുടുംബകാര്യങ്ങൾ പോവാണ്. കൊച്ചുമോള് വന്നിട്ടുണ്ട്. ഞാൻ സുജാത, ഭാര്യയാണ്. ജലിയാട്ടം അറിയായിരിക്കും. മറ്റുള്ള കാര്യങ്ങളും ജലിയാട്ടം പറഞ്ഞു. ഞാൻ ആദ്യം വനിതാ വ്യവസായ സഹകരണ സംഘത്തിൽ ജോലി ചെയ്യുന്നു. എന്റെ പേര് ജോലി. ഞാൻ കോഴിക്കോട്ടെ മോഹന്റെ ഭാര്യയാണ്. സ്വന്തം വീട് കരിവള്ളൂര്. ഞാൻ തളിപ്പറമ്പ് ഗ്രാൻഡേജസിൽ വർക്ക് ചെയ്യുന്നു. 2 ആൺകുട്ടികളുണ്ട്. എന്റെ പേര് ശകുന്തള. എന്റെ വീട് പയ്യന്നൂരാണ്. സുഖമായി. ബഹുമാനമുള്ളവരെ, ഞാൻ ഈ വയോജനത്തിന്റെ ഒരു അംഗമാണ്. എല്ലാവരോടും ഞാൻ വയോജനം എന്ന് പറയാം, വയസ്സന്മാരെന്ന് പറയാൻ ഇങ്ങനൊരു യാത്ര ഇഷ്ടം തന്നെ. പക്ഷെ ഇത് 6ാമത്തെ ബോട്ട് യാത്രയാണ്. ഇനി ഒരു യാത്രയും കൂടി അടുത്തായിട്ട് കാത്തിക്കുന്നുണ്ട്. എല്ലാവരും ഒത്തു കാണുമ്പോൾ നല്ല സന്തോഷമാണ്. പിന്നെ നാരായണേട്ടനെ വിളിച്ചാൽ വന്നിട്ടില്ല, 2 പോയോട് ഇനി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ തനിച്ചാക്കി. എന്നാലും സാരമില്ല, നമുക്കറിയുന്ന എന്നെ അറിയുന്ന എല്ലാവരും എന്നെ അറിയുന്ന ആൾ തന്നെയാണ്. ആരും എന്നെ പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ പറയാം, എൻ്റെ പേര് ശോഭനയാണ്. നാരായണേട്ടനെ എനിക്കത് ഏകദേശം അറിയുന്നതാണ്. എൻ്റെ മക്കൾ 2 പുറത്താണ്. ഒരു കുടുംബസമേത അവിടെ താമസിക്കുന്നു. ഏകദേശം നമ്മൾ മിനിമം ജീവിതത്തിലേക്ക് നോക്കുന്നു. പിന്നെ എൻ്റെ പേര് സവിത. ഞാൻ തടിയെന്ന് വരുന്നു. ഓൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, ഭർത്താവുണ്ട് രാമചന്ദ്രൻ. 2 ആൺമക്കളാണ്. 2 കല്യാണം കഴിഞ്ഞു. ഒരാൾ മിലിറ്ററിയിലാണ്, ഒരാൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നു. സുഖമായി പോകുന്നു.
ഇതാണ് മോന്റെ ഭാര്യ. മോള് വന്നിട്ടുണ്ട്. ഓക്കെ. മിനി അങ്ങനല്ലേ പറയും. പാട്ട് പാടാം. അതല്ല നീ കുഞ്ഞുമോഷൻ പേര് പറഞ്ഞു തുടങ്ങിയാൽ ഇല്ലില്ല ഇല്ല അതല്ല ഇതിൽ വരേണ്ടതാണ്. വിനോദയാത്ര സംഘത്തിലെ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എൻ്റെ പേര് KK കുഞ്ഞമ്പു. ഇവിടെ ഇപ്പോൾ ഉള്ളതിന് കുറേ ആളുകൾ എൻ്റെ ശിഷ്യകളാണ്. ഞാൻ പഠിച്ചിട്ടുള്ള UP സ്കൂൾ പഠിക്കുകയും അവിടെ തന്നെ അധ്യാപകനായി 55-ാമത്തെ വയസ്സിൽ റിട്ടയറാവുകയും ചെയ്തു. അതിനുശേഷം പൊതുരംഗത്ത്, പാർട്ടിരംഗത്ത്, അതുപോലെ തന്നെ കർഷക സംഘടന രംഗത്ത്, മുനിസിപ്പലിലൊക്കെ എൻ്റെ സേവനം പരമാവധി അങ്ങനെ ഉപയോഗപ്പെടുത്തി. ഇന്നിപ്പോ പൊതുവെ പൊതുരംഗത്ത് പ്രവർത്തനം ഇന്നിപ്പോ നടത്താറില്ല. നല്ല രീതിയിൽ ആണ് ഇപ്പോ എൻ്റെ സ്ഥിതി. എൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പകുതി ഇവിടെ ചോദിച്ചു കഴിഞ്ഞു. ഭാര്യ ടീച്ചറാണ്, 2 മക്കള്, അവർ 2 പേരും കല്യാണം കഴിഞ്ഞ് ഒരു സ്ഥലത്തും അങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്. പൊതുവെ നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു മാനസിക നിലവാരത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞു. മറ്റേ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചന്ദ്രൻ, കോഴിമക്ക റവളപ്പാറ സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ 40 കൊല്ലം കൽക്കത്തയിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന് 2 കൊല്ലം ഇവിടെ നാട്ടിൽ തന്നെ സെറ്റിലായിട്ടുണ്ട്. മലപ്പുറത്ത് ഞാൻ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ ഭാര്യ മൈക്കമണി മിക്കവാർക്കും അറിയും തോന്നുന്നു, കാരണം അവള് കുറച്ച് ആക്റ്റീവാണ്. പിന്നെ എനിക്ക് 2 മക്കള്, ഒരാള് പൂനെയില് കല്യാണം കഴിച്ചുകൊണ്ട് പോയതാണ്, മറ്റൊരാൾ കൽക്കട്ടയിൽ തന്നെയാണുള്ളത്. തൽക്കാലം ഇത്ര മാത്രം. താങ്ക് യു. സീനിയർ സിറ്റിസൺ കമ്മിറ്റി മെമ്പർമാരെ പഠിച്ചേക്കാണ്. ആദ്യം കൃഷിക്കാരുമായിട്ട് സ്ഥലം പാമ്പരുത്തി. പള്ളിയല്ലേ കാണിക്കാൻ വേണ്ടി എപ്പോഴും നാട്ടിൽ പോയി മനസ്സിലെപ്പോ ഒരു സന്തോഷം ഉണ്ടാവും. അമ്പലത്തിലേക്ക് 100 കണക്കിന് ആൾക്കാരും എപ്പോഴും ബന്ധപ്പെടുന്നതുകൊണ്ട് സന്തോഷമാണ്. അങ്ങനെ ഇത് വേറെ വിശേഷിച്ച് കുഴപ്പമില്ല. ഈ പുതിയ രാഷ്ട്രീയത്തിലോ അല്ല താമസിക്കുന്നു. പിന്നെ ഭാര്യ സവിത നേരെ കണ്ടു. പിന്നെ മോൻ്റെ ഭാര്യ ഐശ്വര്യയുണ്ട്. 2 ആൺമക്കളായിട്ടുള്ളത്. ഒരാൾ മിലിറ്ററിയിൽ ഡൽഹിയിൽ ജോലി ചെയ്യുന്നു, അടുത്ത നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് ധർമ്മസ്ഥലത്ത് പണ്ട് ടാക്സി ഓട്ടിയിട്ടാണ് എൻ്റെ ജോലി ആരംഭിക്കുന്നത്. അത് 2-3 കൊല്ലം ഓട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈവറ്റ് വണ്ടിയായിരുന്നു കുറേ കാലം. ഇപ്പോൾ തന്നെ ചെറിയ ജോലിയുണ്ട്. ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ട് ഒരുപാട് പ്രശസ്ത വ്യക്തികൾ ആയിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്.